ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നിങ്ങളെല്ലാവരും ഏറെക്കാലമായി കാത്തിരുന്ന ദ ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലുടനീളം ഞാൻ കോയമ്പത്തൂർ ക്ലിനിക്കിനെയും ഇവൻ കൊച്ചിൻ ക്ലിനിക്കിനെയും റെപ്രസെന്റ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. കൊച്ചിൻ ക്ലിനിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കിനെ ടാർഗറ്റ് ചെയ്തായിരിക്കില്ല സംസാരിക്കുന്നത്. കൊച്ചിയിൽ തന്നെ ടോപ്പ് നോച്ച് ആയിട്ട് നിൽക്കുന്ന എല്ലാ ക്ലിനിക്കും അതിൽ ഉൾപ്പെടും. കാരണം ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടെക്നിക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇങ്ങോട്ട് പ്രൈസ് വേരിയൻസ് പോലും സെയിം ആണ്. നമ്മുടെ ബേസിക് പ്രമേയം എന്ന് പറയുന്നത് പ്രൈസും റിസൾട്ടും ആയിട്ടാണ് വീഡിയോ പ്രകാരം ചെയ്യുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലും ഒരിടത്തും ക്ലിനിക്കിന്റെ നെയിം മെൻഷൻ ചെയ്യുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അതുമൂലമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിവാക്കാനാണ് നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത്. നമ്മുടെ ആഫ്റ്റർ സർജറി ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വീഡിയോയ്ക്ക് ശേഷം അതിലൊരു തീരുമാനമാകും. മിക്കവാറും ഈ വീഡിയോ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിച്ച് എന്ത് ചെയ്യും? നമ്മൾ ആദ്യമായിട്ട് ക്ലിനിക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. കാരണം ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഒന്നും നമുക്ക് എങ്ങൊന്നും കിട്ടിയില്ല. ഉള്ള വീഡിയോ ആയിട്ട് വല്ല ക്ലിനിക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ്. അതെ, ഞങ്ങൾ അതിന്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണാവുന്നതാണ്. നമ്മൾ വീഡിയോ ആദ്യം അവസാനം വരെയും രണ്ട് ക്ലിനിക്കിന്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും യാതൊരു ദാക്ഷിണ്യം കൂടെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ക്ലിനിക്ക് ചൂസ് ചെയ്യണമെന്നുള്ളത്. ട്രാൻസ്പ്ലാന്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആണ്. കൺസൾട്ടേഷൻ എനിക്ക് മറ്റേ ക്ലിനിക്കിനെ അപേക്ഷിച്ച് തൊട്ടടുത്തായിരുന്നുകൊണ്ട് എനിക്ക് യാത്രാ ദൂരം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയി വരാൻ സാധിച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര ദൂരമായിരുന്നു. കാരണം എനിക്ക് ഏകദേശം ഒരു 7 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. കൺസൾട്ടേഷന് ശേഷം പിന്നെ അപ്പോയിന്റ്മെന്റ് ആണ്, സർജറിക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതും നമുക്ക് സൗകര്യാനുസൃതം അവരത് സെറ്റ് ചെയ്ത് തന്നു. ഒരു ഡിലേ ഒന്നും ലാഗ് ഒന്നും ഇല്ലാതെ നമുക്ക് സൗകര്യം ഏതാണോ ആ ഒരു കംഫർട്ടിൽ അവർ സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ എന്റെ കേസിൽ അവിടെ കുറച്ച് ചെറിയ പണി പാളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് ഡേറ്റ് എടുത്തു, ഞാൻ ഓഫീസിൽ ലീവ് വിളിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ജസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷന് 2 ദിവസം മുമ്പ് ഞാൻ അവരെ വിളിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ റീഇന്നോവേഷന്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അത് ശരിക്കും അവരെന്നെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ശരിക്കും അവരത് വിളിച്ച് ഇൻഫോം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഞാനിത് അറിയാതെ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ ചെന്നിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയത്. സോ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിയിട്ട് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷന് പോകാവുള്ളൂ. എങ്കിൽ കൂടെ അവരോട് പറഞ്ഞു അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ വേണേൽ അവരുടെ ബാംഗ്ലൂർ ബ്രാഞ്ചിലേക്ക് വേണേൽ അസൈൻ ചെയ്ത് തരാം. അങ്ങനെയാണെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ല അവർ മീറ്റ് ചെയ്തോളാം, ജസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ എമൗണ്ട് മാത്രം ഞാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ലോങ് ആയതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തില്ല. പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് മെഡിക്കൽ ചെക്കപ്പ് ആണ്. മെഡിക്കൽ ചെക്കപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെക്കപ്പിന് തന്നിരുന്നത്. എന്നാലും എനിക്ക് RT-PCR എടുക്കേണ്ടതായിട്ട് വന്നു പ്ലസ്. പക്ഷെ മെഡിക്കൽ ചെക്കപ്പിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയല്ലോ, ഇപ്പം രണ്ടാഴ്ചത്തേക്ക് ഹോസ്പിറ്റൽ റീനോവേഷന്റെ ഭാഗമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് മുമ്പേ ചെക്കപ്പ് എല്ലാം ചെയ്തിരുന്നു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ ഞാൻ വീണ്ടും ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ആ ചെക്കപ്പ് 3 മാസം വരെ വാലിഡ് ആണ്, അതുകൊണ്ട് ഇനി വേറൊരു ചെക്കപ്പ് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഓക്കെ. എനിക്ക് പിന്നീട് ക്ലിനിക്കിൽ ഒരു ഡ്രോബാക്ക് തോന്നിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെക്കപ്പിന്റെ സമയത്ത് ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ ചെക്ക് ചെയ്യാനുണ്ടായി. എനിക്ക് അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്ക് ക്ലിനിക്കിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമത് പിന്നെയും ലാബിൽ പോകേണ്ടി വന്നു. 2 തവണ ലാബിൽ പോകേണ്ടി വന്നു. അടുത്തായെന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ആ ഒരു കേസ് വരുന്ന സമയത്ത് എക്സ്പെൻസ് നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം തന്നെ പോകേണ്ടി വരും. 8 മണിക്കൂർ പ്രൊസീജിയറാണ്. വൺ ഡേ പ്രൊസീജിയറാണ്. നമുക്ക് ഉറപ്പായിട്ടും കാറിന് തന്നെ പോകേണ്ടി വരും. പക്ഷേ എന്റെ കേസിൽ അങ്ങനെയല്ല. കാരണം അറിയാലോ, കോയമ്പത്തൂർ വരെ കാറിന് പോയി വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പോയത് ബസ്സിനാണ് പോയത്. ഞാൻ ബസ്സിന് പോയി തിരിച്ചു വന്നതും ബസ്സിന് തന്നെയാണ്. അതേപോലെ തന്നെ എന്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നത് ഇവനായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് ക്ലിനിക്കിനുള്ളിൽ പെർമിഷൻ ഇല്ല കൂടെ വരുന്ന ആളുകൾക്ക്, പുറത്ത് തന്നെ ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞത്. അല്ല, പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത ക്ലിനിക്കിനകത്ത് തന്നെയാണ്. നമുക്ക് അതിനകത്ത് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നല്ല ഫെസിലിറ്റീസ് ആണ് കേട്ടോ. കാരണം TV മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫെസിലിറ്റി ആയിട്ട് ഉള്ളൊരു ഏരിയ ആണ്. മാത്രമല്ല അവർ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. കാരണം ഞാൻ ലാപ്പൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്യാനൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര നമുക്ക് അവിടെ ആവശ്യമായ എല്ലാ സഹായം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുമല്ല, നമുക്ക് അകത്ത് ഇരിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കൊച്ചിയാണ്, എറണാകുളമാണ്, നമുക്ക് നമ്മുടെ സ്ഥലമാണ്, നമുക്ക് എവിടെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കോയമ്പത്തൂർ എങ്ങനെയായിരുന്നു? അത് പ്രതീക്ഷിക്കേ വേണ്ട. ദെൻ സർജറി എന്ന് പറയുന്ന സമയത്ത് ഞാൻ എടുത്ത മെത്തേഡ് അഡ്വാൻസ്ഡ് FUE എന്ന് പറയും. പെർ ഗ്രാഫ്റ്റ് 20 rupees വരും. ഞാൻ എടുത്തത് ബയോ FUE ആണ്. ബയോ FUE മെത്തേഡിൽ പെർ ഗ്രാഫ്റ്റിന് 10 രൂപയാണ് ചാർജ് വരുന്നത്. എന്നെ സർജറി ചെയ്തത് 2 ടെക്നീഷ്യന്മാരും ഒരു നേഴ്സും അടങ്ങുന്ന ഒരു ടീമാണ് എന്നെ ശരിക്കും സർജറി ചെയ്തത്. നിനക്ക് എങ്ങനെയായിരുന്നത്? എന്നെ സംബന്ധിച്ചോളം ഒരു ഡോക്ടർ, 2 ടെക്നീഷ്യന്മാർ, ഒരു നേഴ്സ് അടങ്ങുന്ന ഒരു ടീം, 4 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു. ഡോക്ടർ അപ്പം നമ്മുടെ എപ്പോഴും കൂടെ ഡോക്ടർ കൂടെ ഉണ്ട്. ഓക്കെ.
ആഫ്റ്റർ സർജറി 7 ഡേയ്സിനുള്ള മെഡിസിൻസ് നമുക്ക് പാക്കേജിനൊപ്പം ഫ്രീ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നെക്ക് പില്ലോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മേടിക്കേണ്ട ക്ലിനിക്കിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു 300 rupees നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പക്ഷേ എനിക്ക് പറയുവാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു 3 മാസം മെഡിസിൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ പക്ഷേ അതിലൊരു ആദ്യത്തെ 12 ദിവസം മാത്രമേ ശരിക്കും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ബാക്കി 3 മാസവും ബയോട്ടിൻ ടാബ്ലറ്റ്സ് പോലുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം എൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഈ 4 മാസം എനിക്ക് 4 PRP ആണല്ലോ, 4 മാസത്തേക്കുള്ള പ്ലസ് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് നമുക്ക് പേയ്മെന്റ് കൊടുത്ത് തന്നെ ചെയ്യണം. ഒരു ഏകദേശം 2500 രൂപയോളം പെർ മന്ത് മെഡിസിൻസ് ആണ്. അതിനകത്ത് ഇപ്പം ഒരു ബേബി ഷാമ്പു, ഒരു സിറം, പിന്നെ 2 ടാബ്ലറ്റ്സ്, ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, ഇത്ര സാധനങ്ങൾ അതിനകത്ത് ഉണ്ട്. പിന്നെ ഒരു പ്രോട്ടീൻ പൗഡർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഹെഡ് വാഷ് ആണ്. ഹെഡ് വാഷ് നമുക്ക് 2 ക്ലിനിക്കും സെയിം സെറ്റപ്പ് ആണ്. നമുക്ക് ഒന്നെങ്കിൽ ക്ലിനിക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വാട്സപ്പിൽ അയച്ചു തരും. ഞാൻ ക്ലിനിക്കിൽ പോയാണ് ചെയ്തത്. എന്റെ കേസ് വന്നപ്പോഴത്തേക്ക് അറിയാലോ, കോയമ്പത്തൂർ വരെ പോയി ഹെഡ് വാഷ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ അതാണ്. കൂടാതെ എനിക്ക് ബാൻഡേജ് റിമൂവൽ 3ാമത്തെ ദിവസമായിരുന്നു. എനിക്ക് ബാൻഡേജ് കൂടി തന്നെയാണ്, ഡ്രസ്സിംഗ് കൂടി തന്നെയാണ് വീട്ടിലോട്ട് വിട്ടത്. ഓക്കെ, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്റെ എല്ലാം ബാൻഡേജ് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒരു സർജിക്കൽ ക്യാപ്പ് മാത്രം യൂസ് ചെയ്ത്, പൊടി കയറാതിരിക്കാൻ ജസ്റ്റ് ഒരു സർജിക്കൽ ക്യാപ്പ് മാത്രം യൂസ് ചെയ്താണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഈ ബാൻഡേജ് റിമൂവൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തോട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കേസേ ഉള്ളൂ. നമ്മൾ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ പെയിൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല. മറ്റേ സലൈൻ വാട്ടർ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് നൈസായിട്ട് ഇവിടുന്ന് പറിച്ചെടുക്കുന്ന കേസേ ഉള്ളൂ. സിമ്പിൾ. അടുത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലായിട്ട് എല്ലായിടത്തും നമ്മുടെ ഈ ക്ലിനിക്കിനെ പറ്റി, അതായത് കോയമ്പത്തൂർ ക്ലിനിക്കിനെ പറ്റി കുറെ അപവാദങ്ങളും വിവാദങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ്. അപ്രകാരം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ കോയമ്പത്തൂർ ടോട്ടൽ പേയ്മെന്റ് എന്നുള്ള ഒരു ലാഭം ഒഴിച്ചാൽ മറ്റെന്ത് അഡ്വാൻറ്റേജ് ആണ് ഈ ക്ലിനിക്ക് ചൂസ് ചെയ്യുന്നത് മൂലമുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി ആദ്യം നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ബജറ്റും, 2 നല്ല റിസൾട്ട് ആണോ എന്നുള്ളത്. അതായത് ഈ 2 കാര്യങ്ങളും കോയമ്പത്തൂരിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് കൂടുതലും മലയാളികളായാലും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് തിരിച്ചൊരു ചോദ്യമുള്ളത്, ഇപ്പം നീ പറഞ്ഞു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞ ഒരു ലാഭം മാത്രമാണ്, പൈസയുടെ ലാഭം മാത്രമാണുള്ളതെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അപ്പം വളരെ വലിയൊരു എമൗണ്ട് മുടക്കി കൊച്ചിൻ ക്ലിനിക്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് അവിടെ നിനക്ക് കിട്ടിയത്? സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പോലും അഡ്വാൻസ്ഡ് FEU ആണ്. അപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ റിയൽ ടൈം FEU പോലുള്ള സംവിധാനമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം പല ബിസിനസ് അല്ല പല ജോലി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവർക്കിപ്പോൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് നാളത്തേക്കൊന്നും റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. റിയൽ ടൈം പോലുള്ള സംവിധാനം അവർക്ക് പെട്ടെന്നൂടെ ഫാസ്റ്റ്, ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് കൂടാതെ ഡോക്ടർ നമ്മളോട് ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു മൈനർ സർജറിയാണ്. എങ്കിൽ കൂടെ ഇത്രയും ദൂരം പോയി വരുന്നത് ഒറ്റയ്ക്ക്, അതായത് പേഷ്യന്റിന് ഒരാളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടാണ്. പേഷ്യൻസിനൊഴികെ ക്ലിനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുമില്ല. സ്വാഭാവികമായിട്ടും ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആളുകൾ പുറത്ത് സ്റ്റേ അടിക്കേണ്ടി വരും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക്. നിയർ ബൈ ലൊക്കേഷൻ അത്ര ഒരു സംവിധാനം ഇല്ല. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കേരളത്തിൽ നിന്നൊരു വ്യക്തി കോയമ്പത്തൂർ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ക്ലിനിക്കിന്റെ ശരിക്കും പറഞ്ഞ ഒരു പരാജയമാണ്. കാരണം കേരളത്തിലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ക്ലിനിക്ക് ഇല്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ഇല്ലാഞ്ഞിട്ടോ, ലേറ്റസ്റ്റ് ടെക്നോളജി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു സാധാരണക്കാരനെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിലെ ക്ലിനിക്കാണ്. പിന്നെ കോയമ്പത്തൂരിലെ ക്ലിനിക്ക് എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ആ ഒരു പീപ്പിൾസിനെയാണ്, ഒരിക്കലും കേരളത്തിൽ നിന്നുള്ള ഒരാളെ അല്ല അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി കോയമ്പത്തൂർ എന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യും. ഒരു ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള സ്റ്റേ ഫെസിലിറ്റി അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യേണ്ടി വരും. അത് നോർമലാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് കോയമ്പത്തൂരിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടെ ഒരു ഫെസിലിറ്റി അവിടെ ഒരുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഒറ്റയ്ക്കല്ല വരുന്ന ഒരു ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടത് ആ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് ശരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കോയമ്പത്തൂർ ക്ലിനിക്കിനെ പറ്റി ഉണ്ടാകുന്ന വിവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പാക്കേജ് ആൻഡ് മെഡിസിൻ പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് കൊച്ചി വിടാം. കേരളത്തിൽ തന്നെയുള്ള ഏതൊരു ക്ലിനിക്ക് എടുത്താൽ തന്നെ PRPക്ക് പോലും അറ്റ്ലീസ്റ്റ് 3500 പെർ സെഷൻ ഓൺ ആവറേജ് എന്നാണ് കാണിക്കുന്നത്. ഓഫ് കോഴ്സ് GFC അതിന് ഇരട്ടിയാകും. മൈ ക്വസ്റ്റ്യൻ ഈസ്, അപ്പോൾ എങ്ങനെയാണ് അവർക്ക് 500, 1000 എന്ന നിരക്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ഇതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? എനിക്ക് എൻ്റെ കറക്റ്റ് ഒരു ആൻസർ അറിയില്ലെങ്കിൽ കൂടെ എൻ്റെ ഒരു സംശയമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. കാരണം
കോയമ്പത്തൂരിനെ കേരളത്തിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ PRP GFC മാത്രമല്ല ട്രാൻസ്പ്ലാന്റേഷൻ എമൗണ്ട് ഉൾപ്പെടെ കുറവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിന്റെയൊക്കെ ആക്ച്വൽ റേറ്റ്, അതായത് PRP ഇതിന്റെയൊക്കെ ആക്ച്വൽ റേറ്റ് എത്രയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇതിന്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന ഈ സെയിം മെഡിസിൻ ആയിരിക്കില്ല ഇവിടെ ചിലപ്പോൾ 3000 3500 വിൽക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് അതിന്റെ അറിയത്തില്ല. എന്തിന് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ സിനിമയിൽ ഒരു ഡയലോഗ് എടുക്കുകയാണെങ്കിൽ ഉപ്പാന്റെ കടയിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ബിരിയാണിയാണ് അപ്പുറം 5 സ്റ്റാർ ഹോട്ടലിൽ 1000 രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ ഇത്. ഓക്കെ, അപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഒരു ചോദ്യമാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. തമിഴ്നാട് സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് അവിടെയും ഈ ഒരു റേഞ്ചിലാണ് ഒരു ആവറേജ് റേഞ്ച് കാണിക്കുന്നത്, PRP ആവട്ടെ GFC ആവട്ടെ എല്ലാത്തിനും. ഓക്കെ, അപ്പം എനിക്കത് പറയാനുള്ളത് അത് കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ തന്നെ ടോപ്പ് ഹോസ്പിറ്റലുകളിലാണ് ഈ 3500 രൂപ ഇത്ര വലിയൊരു എമൗണ്ട് PRP GFCക്ക് വരുന്നത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ കോട്ടയത്തായാലും ശരി തന്നെ 1000 രൂപയ്ക്കൊക്കെ PRP ചെയ്യുന്ന ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കോയമ്പത്തൂരുള്ള ക്ലിനിക്ക് ഒരു ചെറിയ ക്ലിനിക്കാണെന്ന് കരുതുന്നുണ്ടോ? കാരണം അത് ചോദിക്കാൻ കാരണം ഇപ്പം ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ ക്ലിനിക്കുകളെല്ലാം അവർ ഒരേ കാറ്റഗറിയിലായിരിക്കും നോക്കുന്നത്. അതെ അതെ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് കൊച്ചിയിലുള്ള ക്ലിനിക്കിലും അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ക്ലിനിക്കിലും പോയ ഒരു വ്യക്തിയെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കൊച്ചിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോയമ്പത്തൂരിലെ ക്ലിനിക്ക് വളരെ ചെറിയൊരു ക്ലിനിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംഭവം അത് 3 നിലയാണ്. എന്നിരുന്നാൽ കൂടെ അവിടുത്തെ ഫെസിലിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കോയമ്പത്തൂരിലെ ക്ലിനിക്ക് ഒന്നും അല്ല എന്ന് തന്നെ പറയാം. കാരണം കൊച്ചിയിലെ ക്ലിനിക്കിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ അതിനൊരു പ്രീമിയം ലുക്കാണ്, നമുക്ക് ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. പക്ഷെ അവിടുത്തെ സ്റ്റാഫിന്റെ എണ്ണമായാലും അവിടുത്തെ മാർക്കറ്റിംഗ് ഏരിയ തന്നെ വലിയൊരു സ്റ്റാഫ് തന്നെയാണ്. ഒന്നും എനിക്ക് കോയമ്പത്തൂരിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കോയമ്പത്തൂരിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ നോർമൽ ക്ലിനിക്കിലേക്ക് ചെന്ന് കയറുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. അതിലല്ലാതെ വലിയൊരു ലക്ഷറി ഫീലൊന്നുമില്ല. പിന്നെ അതിന്ന് കോയമ്പത്തൂരിലെ ക്ലിനിക്ക് ഇന്ന് ഒരുപാട് മാർക്കറ്റഡ് ആകുന്നുണ്ട്, ഒരുപാടായിട്ട് മാർക്കറ്റിംഗ് ആകുന്നുണ്ട്. അത് അവിടെ ട്രാൻസ്പ്ലാന്റ്, അത് ഒന്ന് ഈ എമൗണ്ടിന്റെ കാര്യത്തിലും, രണ്ട് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തികളാലുമാണ് അത് ഒരുപാട് മാർക്കറ്റഡ് ആകുന്നത്. സോ ഒരു 6th 7th ഗ്രേഡ് പോലുള്ള റിസ്കി കേസൊക്കെ ഒഴിവാക്കി മാക്സിമം ചെറിയ ഗ്രേഡുള്ള കേസൊക്കെ എടുത്തിട്ട് മാക്സിമം ഗ്രാഫ്റ്റ് ഇംപ്ലാന്റ് ചെയ്ത് ഒരു ഇൻഡയറക്റ്റ് ആടാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അതിനെന്താണ് മറുപടി? എനിക്ക് അതിന്റെ കറക്റ്റ് ഒരു ആൻസർ എനിക്ക് അറിയില്ല. എന്താന്ന് ചോദിച്ചാൽ, കാരണം ഞാനും ഒരുമിച്ചാണ് കൺസൾട്ടേഷന് പോയത്. അപ്പൊ ഇവനോട് പറഞ്ഞത് ഇവന്റെ എടുക്കാൻ കഴിയില്ല എന്നാണ്. ജസ്റ്റ് 2 പേരിൽ മാത്രമേ അവന് മുടി കിട്ടൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതെനിക്ക് അതിന്റെ കറക്റ്റ് ആൻസർ അറിയത്തില്ല. പക്ഷെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയ സമയത്ത് ഇവനേക്കാൾ മുടി ഇല്ലാത്തൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. മുടി വളരെ കുറവായ ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇവനെ ഒഴിവാക്കി എന്നുള്ള കാര്യം ഞാൻ അതിന് ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ അവര് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കേസ് ഇവന്റെ നിർബന്ധപ്രകാരം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോയെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഇവന്റെ തലയിൽ വന്നു. പക്ഷെ ആ കാര്യത്തിലൊക്കെ ഞാൻ കൊച്ചിൻ ഹോസ്പിറ്റലിനെ ഞാൻ ശരിക്കും ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ബിക്കോസ് അവർ ഏത് കേസും എടുക്കും. എത്ര കുറവുള്ള കേസായാലും കൂടെ അവരത് എടുക്കും. അവർക്കൊരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയപരമായി ചെയ്യാനുള്ള ഒരു കഴിവ് ശരിക്കും കൊച്ചിൻ ഹോസ്പിറ്റലിലുണ്ട്. എനിക്ക് തന്നെ കോയമ്പത്തൂർ 3 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് കൺസൾട്ടേഷൻ ഡേ, അപ്പോയിൻമെന്റ് ഡേ, സർജറി സെക്കൻഡ് ഡേ, അതായത് ഇവന്റെ സർജറി സെക്കൻഡ് ഡേ. ഈ 3 ദിവസം അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷെ ആസ് എ കസ്റ്റമർ ഇത്രയും പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ വിധത്തിലുള്ള ഒരു സ്റ്റാഫ് സപ്പോർട്ട് അവിടെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ അറിവിൽ ഒരു ദിവസം ഏകദേശം 10ഓളം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് 2 ടെക്നീഷ്യന്മാർ പ്ലസ് നേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അവരവിടെ അവർക്ക് ആവശ്യമായ ഒരു സ്റ്റാഫ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും സക്സസ് ആയി റണ്ണായി പോകത്തില്ല. പിന്നെ മറ്റു ഹോസ്പിറ്റൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും, ഒരുപാട് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാം കൂടെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് ഒരു സെക്കൻഡ് ഗ്രേഡ് കഷണ്ടിയൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് മാക്സിമം 1500 മുതൽ 2000 ഗ്രാഫ്റ്റ് വരെ മതിയായിരിക്കാം. ഇവിടെ 4000 5000 ഗ്രാഫ്റ്റ് ഒക്കെ വെക്കുന്നു എന്നൊരു കംപ്ലൈന്റ് ഇവർക്കെതിരെ ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ 10 രൂപ ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ വെച്ചാൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിലൊരു സ്കാം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അത് ഞാനൊരു സ്കാം എന്നതിലുപരി അതിനകത്ത് എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയാം. അതായത് ഒരു ട്രാൻസ്പ്ലാന്റേഷന് പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് എത്ര ഗ്രാഫ്റ്റ് വേണം എന്നുള്ളതിന് കസ്റ്റമർക്ക് ഒരു ഐഡിയ ഉണ്ടാകണം. എന്നിട്ട് കസ്റ്റമർ ചൂസ് ചെയ്യണം. എനിക്ക് ഇത്ര ഗ്രാഫ്റ്റ് എന്നുള്ള ഒരു കസ്റ്റമർ ചൂസ് ചെയ്യുന്നതായിരിക്കും ഓൾവേസ് ബെസ്റ്റ്. അത് ചിലപ്പം
ഇപ്പം കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു നമ്മൾ കൺസൾട്ടേഷൻ പോകുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഒരു 4000 ഗ്രാഫ്റ്റാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് എനിക്ക് അത്രയും ഗ്രാഫ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 2-3 ക്ലിനിക്കിൽ വേറെ നമ്മൾ ചൂസ് ചെയ്യണം. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ പറയുന്ന ആ ഗ്രാഫ്റ്റിൻ്റെ എണ്ണത്തിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളൊരു ഗ്രാഫ്റ്റിൻ്റെ കൗണ്ടിലേക്ക് എത്തിച്ചേരിക്കുന്നതായിരിക്കും ഓൾവേസ് ബെസ്റ്റ്. മേ ബി ഇതൊരു സ്കാം ആണെങ്കിൽ കൂടെ അങ്ങനത്തെ ഒരു സ്കാമിൽ നിന്ന് നമുക്ക് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാം. അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയുവാണെങ്കിൽ, അതായത് ഞാൻ ആദ്യം കോയമ്പത്തൂർ കൺസൾട്ട് ചെയ്തപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത്, അതായത് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് 5500 ഗ്രാഫ്റ്റാണ്. അതെനിക്ക് വളരെ കൂടുതലായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ നേരി കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ആവശ്യപ്പെട്ടു 4000 ഗ്രാഫ്റ്റ് പറഞ്ഞു. അപ്പോഴും അതെനിക്കൊരു സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് കൊച്ചിയിലുള്ള 2 ക്ലിനിക്കുകളിൽ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവരെന്നോട് 2000-2500 ഗ്രാഫ്റ്റ് അവരെന്നോട് ഓൾമോസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനെനിക്ക് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ആ ഒരു വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതിനിടയ്ക്കുള്ള ഒരു എമൗണ്ട് ഓഫ് ഗ്രാഫ്റ്റ്സ് ഞാനായിട്ട് അവരോട് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ സജസ്റ്റ് ചെയ്ത ആ ഒരു കൗണ്ട് മാത്രമാണ് എനിക്ക് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി അഥവാ 4000-5000 ഗ്രാഫ്റ്റ് വെക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, FUE എന്ന് പറയുന്നതിന് ഫോളിക്കൽ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ ആണല്ലോ. അവർ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ഇത്രയധികം ഗ്രാഫ്റ്റ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും? അത് ആക്ച്വലി എനിക്കത് അറിയില്ല. കാരണം അവരുടെ ആ കൗണ്ടിങ് സിസ്റ്റം അല്ലെ അവരുടെ കൗണ്ടിങ് മെത്തേഡ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്തിനിടയ്ക്ക് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ ഇതുവരെ എത്ര ഗ്രാഫ്റ്റ് വെച്ചു, ഇനി എത്ര ഗ്രാഫ്റ്റ് കൂടെ വെക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ആൻസർ ഇല്ലായിരുന്നു, അവർക്ക് കറക്റ്റ് ഒരു കൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആ കൗണ്ടിങ് സിസ്റ്റം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അടുത്ത ദിവസം ഞാൻ GFCക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടത് കറക്റ്റ് ക്ലാരിഫൈ ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ കൊച്ചിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം എന്നോട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പം കേരളത്തിലെ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഒരു 1 ഇയർ ബാക്ക് വരെ എനിക്ക് തോന്നുന്നു 10-15 റേഞ്ചിലായിരുന്നു. ഇപ്പം പിന്നീട് അത് 15 പിന്നീട് മാറി ഇപ്പോൾ 20 നാളെ ചിലപ്പോൾ 25 ആവാം. ഇങ്ങനെ ഓരോ ദിവസം മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഗ്രാഫ്റ്റ് എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അത് വളരെ പെട്ടെന്നാണ് ഈ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് എന്താ പറയാനുള്ളത്? അതിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കേരളത്തിന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മൊബൈൽ ഫോൺ എടുക്കണത് ഇലക്ട്രോണിക്സ് ആകട്ടെ ബൈക്കാകട്ടെ എന്ത് കാര്യത്തിന് റേറ്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഈ ഒരു ഏരിയ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പ്രൈസ് ഹൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം പൈസ ഇല്ലാത്ത ഒരാളെ വെച്ചെന്ന് നോക്കുന്ന സമയത്ത് പൈസ കയ്യിലുള്ള ഒരാൾക്കും ഇത് അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയി ചെയ്യാന്നുള്ളതല്ലോ. നമുക്കെപ്പോഴും ഒരു കാറ്റഗറി മാത്രം ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ. പൈസ കൂടുന്നതനുസരിച്ച് ചെയ്യാൻ ആൾ അന്ന് പറഞ്ഞ് ഇവിടെ പേഷ്യൻസ് കുറയുന്നുമില്ല. എല്ലാ ക്ലിനിക്കിനും അവർക്ക് പേഷ്യൻസ് കുറയുന്നൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞു കൊച്ചിൻ ക്ലിനിക്കിൽ ശരിക്കും പറഞ്ഞാൽ 1 ഡേ പ്രോസസ്സാണ്. അതായത് ഏകദേശം 7-8 മണിക്കൂറത്തെ പ്രോസസ്സാണ്. ഈ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളില്ലേ, ഇപ്പോൾ പുറംവേനൊക്കെ എടുക്കത്തില്ല. ശരിക്കും ബുദ്ധിമുട്ടുകൾ ആദ്യം തന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം ഇതൊരു 1 ഡേ പ്രൊസീജിയറായിട്ട് കഴിഞ്ഞ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആദ്യത്തെ ദിവസം സർജറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇതിനു വേണ്ടി പിന്നെ മെനക്കെട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആവറേജ് സർജറി ടൈം സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു 7-8 മണിക്കൂർ വരെയാണ് മാക്സിമം കാണിക്കുന്നത്. ഇപ്പം എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ 8 മണിക്കൂർ 1 ഡേ പ്രൊസീജിയറായിട്ട് കിടക്കുന്ന സമയത്ത് നീ പോയവിടെ താണെങ്കിലും 2 ദിവസം ഇതിന്റെ ഹാഫായിട്ട് വെച്ചല്ലേ നടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിന്റെ പ്രൊസീജിയർ ടൈം വരുന്നത് ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സൗകര്യമനുസരിച്ച് ഏത് ക്ലിനിക്ക് വേണം നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ എല്ലാ ക്ലിനിക്കിലും ഇതൊക്കെ തന്നെയാണ്. ഒരു 3/4 ഗ്രേഡ് കഷണ്ടി കയറിയ ഒരു വ്യക്തിക്ക് ഇത്രയധികം ഗ്രാഫ്റ്റിന്റെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. സോ ഇത്രയധികം ഗ്രാഫ്റ്റ് ഒറ്റ സിറ്റിംഗ് വെക്കുമ്പോൾ തന്നെ ഫ്യൂച്ചറിൽ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ഹെയർ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ക്രൗൺ ഏരിയ ഈ ഒരു 4000-5000 റേഞ്ചിൽ ഹെയർ എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ഡോണർ ഏരിയ വീക്ക് ആവും. പിന്നീട് ഒരു സെക്കൻഡ് സിറ്റിങ്ങിന് പോയാൽ തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി കവറപ്പ് ചെയ്യാനുള്ള ഹെയർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അതിനുള്ള ആൻസർ ഓൾറെഡി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രാഫ്റ്റിന്റെ കൗണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ഇത്ര ഗ്രാഫ്റ്റ് മതി അല്ലെങ്കിൽ ഇത്ര ഗ്രാഫ്റ്റ് എന്നുള്ളത് നമ്മളൊരു സജഷൻ വേണം കൊടുക്കാൻ. പിന്നെ പറയില്ല, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർ ഹോസ്പിറ്റലുകാർ എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ മാക്സിമം തിക്നെസ്സിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നത്. രണ്ടാമതൊരു സിറ്റിങ് എന്നുള്ള സാധനം നമുക്കാണ് ആവശ്യം. അവർക്ക് അങ്ങനെ ഒരു സാധനം അവരവിടെ നിന്ന് വിടുമ്പോൾ മാക്സിമം നല്ല റിസൾട്ട് അവർ പോവാന്നേ അവർ നോക്കത്തുള്ളൂ. അത് അവർ മാക്സിമം കറണ്ട് പറയുന്നത് 1 ഇയറിലേക്ക് കയറത്തുള്ളൂ. ആ 1 ഇയർ കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രൗൺ ഏരിയ നഷ്ടപ്പെട്ട ബാക്കി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ ഗ്രാഫ്റ്റ് കൗണ്ട് പറയുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു സജഷൻ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയർ അതുപോലെ നിലനിൽക്കത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു കേസ് നേരി കാണാനിടയായി. കാരണം ഇവൻ്റെ ട്രാൻസ്പ്ലാന്റ് പോയ സമയത്ത്
ഇതുപോലൊരു വ്യക്തി 1 ഇയറിന് മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്താണ്. അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പക്ഷെ അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ള കെയർ എക്സിസ്റ്റിംഗ് ഹെയറിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ഹെയർ മുഴുവൻ പോയി. ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫ്രണ്ട് ഏരിയ മാത്രമേ മുടിയുള്ളൂ, ബാക്കി ഏരിയയിലേക്ക് മുടിയില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആർക്കും വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുത്തേ പറ്റും. സോ 2 ക്ലിനിക്കുകളിലായി ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസിന്റെ ഒരു കമ്പാരിസണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നു നിൽക്കുന്ന ചില ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനുമാണ് നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇതിൽ നിന്ന് ഒരിക്കലും ഞങ്ങളൊരു പർട്ടിക്കുലർ ക്ലിനിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, അതായത് ഇന്ന ക്ലിനിക്ക് ചൂസ് ചെയ്യണം, ഇതാണ് ബെസ്റ്റ്, ഇതൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇടുവാണ്, നിങ്ങളാണ് അത് ചൂസ് ചെയ്യേണ്ടത് ഏത് ക്ലിനിക്കാണ് വേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇത് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഒരു 3/4 ഗ്രേഡ് വരെയുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പൊ ഏത് ക്ലിനിക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇൻ കേസ് എങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സിറ്റിങ്ങിലൂടെ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഒരു 5th തൊട്ട് 5th 7th പ്ലസ് ഗ്രേഡ് ഉള്ള ആളുകളെ സംബന്ധിച്ചോളം നമുക്ക് രണ്ടാമെന്നുള്ള ഒരു സിറ്റിംഗ് എന്ന് പറയാൻ ചിന്തിക്കുക പോലും വേണ്ട. കാരണം നമുക്ക് ഡോണർ ഏരിയ വീക്ക് കൂടെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കേസിലായിരിക്കും ചിലപ്പോൾ സർജറി നടക്കാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മളൊരു ക്ലിനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിനിക്ക് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് പ്രൈസ് കൂടുതലുണ്ടോണ്ടോ അല്ലെ പ്രൈസ് കുറവാണെന്നുള്ള ഒരു കാറ്റഗറി വെച്ച് മാത്രം നമ്മൾ ചൂസ് ചെയ്യാതെ ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുന്ന ക്ലിനിക്കിനെ ചൂസ് ചെയ്യുക. ആ മേഖലയിൽ അതായത് ഒരു എക്സ്പീരിയൻസ് ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രേഡ് കൂടിയ കേസോ അല്ലെങ്കിൽ ഡോണർ ഏരിയ വീക്ക് ആയിട്ടുള്ള കേസായിരിക്കും. അപ്പം ആ മേഖലയിൽ തഴക്കം വന്ന ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇനിയും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും, ഇനി ഒരുപാട് സംശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളോട് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വ്യക്തമായ ഉത്തരം ഞങ്ങൾ അതിന് തരുന്നതായിരിക്കും. ഇനി സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.